ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ വിശേഷങ്ങൾ കേട്ടാലോ. അങ്ങനെ നമ്മുടെ സുധീഷിനെ വളരെ ടെക്നിക്കലായിട്ട് കെണിയൊരുക്കി നമ്മുടെ രാജീവും അരുണും കൂടെ ട്രാപ്പ് ചെയ്തൊക്കെയാണ്. പക്ഷേ 8ൻ്റെ പണി കിട്ടുന്നത് കണ്ടോ കേട്ടോ. അടുത്ത ആഴ്ചത്തെ രംഗങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളി സീനുകളാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സുധീഷ് രക്ഷപ്പെടുന്ന സീനും ഇതെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ നിധി തിരിച്ച് സുഭാഷിൻ്റെ കൂടെയും സുധീഷിൻ്റെ കൂടെയും വീട്ടിലോട്ടൊക്കെ പോകുന്ന രംഗങ്ങളാണ്. അപ്പം നമുക്ക് ആ കഥയൊക്കെ ഒന്ന് കേട്ടാലോ. അപ്പം നമ്മുടെ കഥ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു കുഞ്ഞ് ലൈക്കും ഹൈപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അങ്ങനെ വളരെ ഭയങ്കര സംഭവം പോലെ തൻ്റെ മകളെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സുധീഷിനെ അങ്ങ് ട്രാപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജീവും അതുപോലെ തന്നെ അരുണും കൂടെ ചേർന്നിട്ട്. അപ്പം നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം അരുൺ പറഞ്ഞു, ചെട്ടിയാരുടെ അടുത്ത് എന്തായാലും സുധീഷ് എത്തിയിട്ടില്ല, എങ്ങോട്ട് പോയത് ആരാ അറിയണം. അപ്പോൾ രാജീവും ഹേമയും എല്ലാവരും കൂടെ പറഞ്ഞു മിക്കവാറും അവൻ പണവും കൊണ്ട് പോയിട്ടുണ്ടോ. അവസാനം നിധിക്ക് അവരുടെ അടുത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ സംഭവം എന്നുള്ളത്, സുധീഷ് അത്രക്കാരനല്ല എന്നുള്ളത് ഇത്രയും നാൾ കൊണ്ട് നിധി മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കുറ്റപ്പെടുത്തണ്ടേ. രാജീവ് അവസരം കിട്ടിയതാണല്ലോ, എന്തായാലും അവൻ നിന്നെ കളഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുടുംബത്താണല്ലോ മോളെ, ഇങ്ങനത്തെ ഒരുത്തനെയാണല്ലോ നീ ഭർത്താവായിട്ട് സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തണോ. പാവം നിധി അവരുടെയൊക്കെ നടുക്ക് നിന്ന് ഉരുക അല്ലാണ്ട് നിധിക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. എന്ത് പറയും, അല്ലെങ്കിൽ എന്താ അവരുടെ അടുത്ത് പറയുക? അവർ ഇത്രയും ബാഗിൽ ഇത്രയും സ്വർണവും പണവുമായിട്ട് കൊടുത്തു, ചെട്ടിയാരുടെ അടുത്ത് എത്തിയിട്ടില്ല. സുധീഷിനെ വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ്. അപ്പോൾ പിന്നെ ആരായാലും സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അവസാനം നിധി ഹരീഷിനെ വിളിച്ച് കാര്യം പറയണ ഇന്നതുപോലെ. പക്ഷെ വേറൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ സ്വർണം പണവും കൊടുത്തു വിട്ട കാര്യമോ അതൊന്നും പറയില്ല. സുധീഷ് ഇങ്ങനെ പുറത്ത് പോയിട്ട് വന്നിട്ടില്ല ഹരീഷ്. അയ്യോ ഏട്ടത്തെ അതിന് ടെൻഷൻ അടിക്കണ്ട, അല്ല വിളിച്ചിട്ട് മൊബൈലും സ്വിച്ച് ഓഫ് ഹരീഷ് എന്ന് നിധി പറയാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏട്ടത്തെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് ഹരീഷ് വെക്കാണ്. എന്നിട്ട് അന്നേ ദിവസം ഹരീഷ് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഈ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ നികേഷും സുഭാഷൊക്കെ നമ്മുടെ സുധീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സുധീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, സുധീഷിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അപ്പോഴാണ് ഹരീഷ് പറയുന്നത് ഇന്ന് നിധിയേട്ടത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും സുധീഷ് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, എങ്ങോട്ട് പോയിട്ട് ഓട്ടം പോയിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു, എത്തിയിട്ടില്ല എന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പം സുഭാഷ് ചോദിച്ചു എന്നിട്ട് നീ എന്തെയാ അപ്പം തന്നെ വിളിച്ചു പറയാത്ത. അപ്പം ഹരീഷ് ഒരു കാര്യം ചെയ്യാം, നിധിയേട്ടത്തെ ഒന്ന് വിളിച്ചു പോകാം, സുധീഷിനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ, എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അവർ നിധിയെ വിളിക്കണം. അപ്പം നിധി പറഞ്ഞു ഇല്ല ഹരീഷ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോഴാണ് നിധി കാര്യങ്ങളെല്ലാം പറയണത്. അതായത് അച്ഛൻ ഇങ്ങനെ ചെട്ടിയാരെന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ കുറച്ച് ഗോൾഡും പണവും കൊടുക്കാനായിട്ട് അരുണേട്ടൻ്റെ കാലിൽ ഒരു ഇത് വീണിട്ട് അരുണേട്ടന് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സുധീഷിനെയാണ് ഓടിച്ചത്. 100 കിലോമീറ്ററോളം ഉള്ളതുകൊണ്ട് അച്ഛനും പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇത് നിധി പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഹരീഷിന് കാര്യം മനസ്സിലാക്കി. കാര്യം എന്ന് വെച്ചാൽ 8ൻ്റെ പണി കൊടുത്തതാണ്. കാരണം ഹരീഷിന് മാത്രമേ അറിയൂ സുധീഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുന്നേ ഇങ്ങനെ രാജീവ് വണ്ടി കയറിയപ്പോൾ സുധീഷിനെ വെല്ലുവിളിച്ചു, 7 ദിവസത്തിനുള്ളിൽ എൻ്റെ മകളെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും എടാ എന്ന് പറഞ്ഞ് അന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷെ അതൊന്നും ഹരീഷ് നിധിയുടെ അടുക്ക പറയാനായിട്ട് നിന്നില്ല. എന്നിട്ട് നിധി ഏട്ടത്തിൽ ടെൻഷനൊന്നും ആകണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ്. നിധിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം നിധി ഒരു വശത്ത് നിന്ന് ഹേമ ഇത്രയും വൃത്തിയായിട്ട ഒരുത്തനെയാണല്ലോ നീ തിരഞ്ഞു പിടിച്ചത്. ഇതുപോലൊരു കുടുംബത്തിലാണോ നീ ചെന്ന് കയറിയത്? നിന്നെ പോലും കളഞ്ഞിട്ട് അവൻ ഇട്ടിട്ട് പോയില്ലേടി കുറേ പണവും സ്വർണവും കണ്ടപ്പോൾ, ഇതാണോ നീ കെട്ടിയ ഭർത്താവ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയെ കുറേ ടോർച്ചർ ചെയ്യണം. നിധിക്ക് ഒന്നും പറയാൻ മറുപടിയില്ല. സുധീഷിനെ ഇട്ട് ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പാവോട്ടോ നിധി കുറേ കിടന്ന് ടെൻഷൻ അടിക്കുകയാണ്. ഒടുവിൽ ഹരീഷ് സുഭാഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ സുധീഷിനെ കുറേ നാൾ മുന്നേ രാജീവ് ഇങ്ങനെ ഒരു ഓട്ടം വന്ന സമയത്ത് രാജീവിനെ കാണുകയും ഇതുപോലെ വെല്ലുവിളിച്ച കാര്യമൊക്കെ. സുഭാഷിന് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം പറയണം. നീ എന്തുകൊണ്ട് ഇത്രയും നാൾ അത് പറഞ്ഞില്ല? അപ്പോൾ അയാൾ ആ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഇവിടെ വന്നതും നിന്നതും ഫുഡൊക്കെ കഴിച്ച് മോളെയും മരുമോനെയും കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പോയത്. അത് അയാളുടെ ഒരു കെണിയായിരുന്നു. ഇതുപോലൊരു ട്രാപ്പിൽ നമ്മുടെ സുധീഷിനെ പെടുത്താൻ വേണ്ടി തന്നെ അയാൾ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു കേട്ടോ. അവസാനം എന്താ സംഭവം? അവസാനം സുഭാഷ് പറഞ്ഞു വാ നമുക്കിപ്പോൾ തന്നെ അവനെ തേടി പോവാന്ന് പറയും. ആ സമയം നമ്മുടെ ഭാസ്കരൻ അങ്ങനെ പാട്ടൊക്കെ പാടി വരെയാണ്. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. ഭാസ്കരൻ പറഞ്ഞു അന്നേ അവൻ്റെ ഒലിപ്പിച്ച് വരൽ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാവുന്ന അവൻ വരലും കിടക്കലും മോളെ
കൊണ്ടുപോലും മരുമോനെയും കൂടെ കൊണ്ടുപോവാ. ഞാൻ അന്നും പറഞ്ഞു എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടെയാണോ എന്ന്. പക്ഷെ നിങ്ങളാരും അതത്ര ചെവിക്കൊണ്ടില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്യാം, ഞാനും വരാമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അച്ഛൻ വരേണ്ട കാര്യമില്ല. നികേഷിന് അപ്പോഴേക്കും ഭയങ്കര സങ്കടമാവേണ്ട. സുധീഷ് എന്നെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഇത്രയും നേരമായില്ലേ, ആ ഗുണ്ടകളൊക്കെ എന്തെങ്കിലും ചെയ്തു കാണോ? വല്ലവരും പിടിച്ചുകൊണ്ട് പോയി ഗുണ്ടകളോ മറ്റോ പിടിച്ച് എന്തെങ്കിലും ചെയ്തു കാണോ? ഇവർ കൊല്ലാൻ വല്ലതും ഏൽപ്പിച്ചു? അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ വന്ന് നമ്മുടെ നികേഷാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ കരയുക കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എവരുടെയൊക്കെ കുത്തുവാക്കും കുറ്റപ്പെടുത്തലും ഒക്കെ രാജീവും അരുണും കിട്ടിയ അവസരം മൊത്തം നിധിക്കിട്ട് കുത്തു കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുത്തനായി പോയല്ലോ നീ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ നിന്നെ കല്യാണം കഴിച്ച് നിൻ്റെ കൂടെ ജീവിച്ചിട്ട് പണം കുറേ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു എന്നൊക്കെ ഉള്ള സംസാരമായിരുന്നു. അങ്ങനെ അവർ സുഭാഷും നികേഷും ഹരീഷും കൂടെ നമ്മുടെ സുധീഷിനെ തേടി പോവുകയാണ്. ഇതേ സമയം സുധീഷിനെ ആണെങ്കിലോ ഈ ഗുണ്ടകൾ പിടിച്ച് ഒരു സ്ഥലത്തിട്ടൊക്കെയാണ്. അങ്ങനെ ഗുണ്ടകൾ പിടിച്ചിട്ടേക്കുന്ന സ്ഥലത്തേക്ക് അവർ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ആളെ കെട്ടി ഇവിടെ ഇട്ടൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അരുണും രാജീവും കൂടെ വന്ന് സുധീഷിനെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. എന്നിട്ട് ആ ബാഗും പണമൊക്കെ ഗുണ്ടകൾ അവർക്ക് കൈമാറുകയാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞിരുന്ന തുക, അതായത് സുധീഷിനെ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ട് കൊണ്ടുവന്നാലുള്ള തുക കൊടുക്കാമെന്ന് പറഞ്ഞ തുക രാജീവ് കൊടുക്കുകയാണ് ഗുണ്ടകൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇനി അവനെ ഇവിടെ ഇട്ടേക്കണ്ടേ, അവൻ്റെ കഥ എങ്ങ് കഴിച്ചു വയ്ക്കാൻ പറയും. അപ്പോൾ സുധീഷിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് പറഞ്ഞിട്ട് രാജീവും അരുണും അവിടെ നിന്ന് പോവാണ്, ആ ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇതേ സമയം ഗുണ്ടകളാണെങ്കിൽ സുധീഷിനെ ഇടിച്ച് അവശതയാക്കിയാണ്. കൈയും കെട്ടി കാലും കെട്ടി വായും സെലോട്ടേപ്പ് പൊട്ടിച്ച ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറേ പേര് ചുറ്റിനും നിന്ന് അടിയും ഇടിയും കൊടുത്തുകൊണ്ടിരുന്ന കൊള്ള അല്ലാണ്ട് വേറെ നിവൃത്തിയുണ്ടോ? അവസാനം സുധീഷ് ഗതി കെട്ട് പോകണം കേട്ടോ. അങ്ങനെ ഈ ഇടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗുണ്ടയുടെ മൊബൈൽ താഴെ ചാടി പോവാണ് കേട്ടോ. അതും സുധീഷ് കിടക്കുന്ന കാലിൻ്റെ ആ അടുത്തായിട്ട്. എൻ്റെ അവന്മാർ കുറേ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പോയി വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സുധീഷിനെ അവിടെ ഇടിച്ച് പിഴിഞ്ഞിട്ടിട്ട് പുറത്തോട്ട് പോവാണ്. ആ സമയം സുധീഷ് അവശതയായിട്ടോ. എന്നിട്ടും പാവം എങ്ങനെയൊക്കെയോ ആ മൊബൈൽ നീക്കിയെടുത്തു. ഇതേ സമയം നമ്മുടെ ഹരീഷും നികേഷും സുഭാഷൊക്കെ നമ്മുടെ സുധീഷിനെ തേടി പോവുകയാണല്ലോ. ആ സമയം ഹരീഷിൻ്റെ ഫോണിലേക്ക് നീതു വിളിക്കുകയാണ് കൊഞ്ചാനായിട്ട്. ഈ സമയം വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീതുവിൻ്റെ അടുത്ത് കാര്യം പറയാൻ പറ്റുമോ? അതെ ഞാൻ തിരക്കിലാണ്, നിന്നെ പിന്നെ വിളിക്കാം. അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും നീതു വിളിക്കും. അപ്പോൾ ഹരീഷ് വീണ്ടും കട്ട് ചെയ്യും. ഹരീഷിന് ലാസ്റ്റ് ഭ്രാന്ത് പിടിക്കുകയാണ്. കാര്യം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരു കേസിന് പോകുന്ന സമയത്താണ് അവൾ വിളിക്കുന്നത്. അങ്ങനെ നീതുവിനാണെങ്കിൽ ദേഷ്യം വന്ന് നീതുവും വിളിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഹരീഷ് എന്ത് ചെയ്യും? ആ മൊബൈൽ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത സമയം വീണ്ടും നീതു വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷേ കോൾ എടുക്കില്ല. അവസാനം ഹരീഷിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി, ചാർജും കുറവായിരുന്നേ. അങ്ങനെ ഒടുവിൽ ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ആ സമയത്താണ് ആ മൊബൈൽ എടുത്തിട്ട് ആദ്യം വിളിക്കുന്ന ഹരീഷിനെയാണ്. ഹരീഷിനെ വിളിച്ച് 2 പ്രാവശ്യം നോക്കുമ്പോഴും മൊബൈൽ സ്വിച്ച് ഓഫാണ്. എന്താ ചെയ്യുക? കാലക്കേടെന്നല്ലാണ്ട് എന്താ പറയണം? ഈ അവസരത്തിൽ അവസാനം സുഭാഷേൻ്റെ നമ്പറിൽ വിളിക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഓർക്കണം ഏതോ ഒരു നമ്പറാണ്. മിക്കവാറും ഇന്ന് ഞാൻ വെള്ളം അടിച്ചുകൊണ്ട് വന്നൊരു ബായിനെ സൈറ്റിൽ നിന്ന് പറഞ്ഞു കിട്ടും. അവൻ എങ്ങോട്ടോ ആരുടെ മൊബൈൽ തപ്പിപ്പിടിച്ച് എന്നെ വിളിക്കുന്നതാണ്. ഞാൻ എടുക്കുന്നില്ല പറഞ്ഞ് കോള് കട്ട് ചെയ്ത് വിടുകയാണ്. പാവം അവിടെ ഇരുന്ന് വെപ്രാളത്തിൽ നമ്മുടെ സുധീഷ് വിളിക്കുകയാണ്. അവസാനം വീണ്ടും വിളിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു സുഭാഷ് ചേട്ടാ ആരാ എന്താണെന്നൊന്ന് നോക്കുമെന്ന് പറയാം. അവസാനം ഗതി കേട്ട് സുഭാഷ് കോൾ എടുക്കുകയാണ്. ഹലോ. അപ്പം ഹലോ സുഭാഷ് ചേട്ടാ ഞാനാണ് സുധീഷ്. അയ്യോ മോനെ നീ എവിടെയാണ്? നിന്നെ തേടി നീ എവിടെയാടാ? നിനക്ക് എന്താ പറ്റിയത് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് കാര്യങ്ങളൊക്കെ പറയണം ഇന്നതുപോലെയാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഏതൊരു സ്ഥലമാണ്. അങ്ങനെ സുധീഷ് പറഞ്ഞു കൊടുത്ത ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കി അവർ പോവാണ്. അപ്പോഴേക്കും സുധീഷ് നോക്കുമ്പോൾ ആരോ കയറി വരുന്നുണ്ട് ഗുണ്ടകൾ. അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സുഭാഷ് കുഞ്ഞേടാ അവൻ ഫോൺ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഹരീഷ് പറയും എന്നാൽ ആരെങ്കിലും അടുത്ത് വന്നിട്ടുണ്ടോ? എന്തായാലും പറഞ്ഞ ആ റൂട്ട് വെച്ച് നമുക്കൊന്ന് പോകാമെന്ന് പറയാം. അപ്പോഴേക്കും ഗുണ്ട നോക്കുമ്പോൾ പറയും ആഹാ നിനക്ക് ഇവിടെ നട ഈ മൊബൈൽ കിട്ടിയത്? അപ്പം ആ മൊബൈൽ പിടിച്ചെടുക്കുക. എന്നിട്ട് മറ്റേ വേറൊരാൾ പറയാം അവൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കടാ. അതിൽ നോക്കുമ്പോൾ 1-2 നമ്പറിലൊക്കെ കോള് പോയിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഗുണ്ടകളിൽ ഒരാൾ നമ്മുടെ രാജീവിനെയും അരുണിനെയും വിളിച്ച് കാര്യം പറയാണ് ഇങ്ങനെ ഒരു മൊബൈൽ ഞങ്ങളുടെ നിന്ന് ചാടിപ്പോയത് അവ എടുത്തിട്ട് ആരെയൊക്കെ ഡയൽ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ രാജീവ് പറഞ്ഞ് അതെ വേറൊന്നും നിങ്ങൾ നോക്കണ്ട, അവനെ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ കഥ നിങ്ങൾ കഴിച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ ആകുമ്പോൾ ഇവൻ ചിലപ്പം വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ മാറ്റി ഒരു വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോവുകയാണ്. പാവം ഈ സമയം നമ്മുടെ നിധിയുടെ അവസ്ഥ
അവസ്ഥ അല്ലേ. അത്രയും ടെൻഷൻ അടിച്ചും എവരുടെയൊക്കെ ഓരോ കുറ്റപ്പെടുത്തലും കണ്ട് നിധി ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം തോന്നി നിധി കരയാണ്. സുധീഷിന് ഇനി എന്തെങ്കിലും പറ്റിയതാണോ? സുധീഷ് അങ്ങനത്തെ ഒരാളല്ല. 100 ചിന്തകളായിട്ട് നിധി ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇവർ വണ്ടിയിൽ ഗുണ്ടകൾ നമ്മുടെ സുധീഷിനെ കെട്ടിയിട്ട് വായിൽ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ റൂട്ടിൽ തന്നെ നമ്മുടെ ഹരീഷും നികേഷും സുഭാഷൊക്കെ വരെയാണ്. അപ്പോൾ ഹരീഷ് ഈ വണ്ടി നേരെ വന്ന് ഹരീഷും നികേഷും വന്ന ബൈക്കിൽ അങ്ങോട്ട് കയറി ഇടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹരീഷും നികേഷും വീഴുന്നുണ്ട്. സുഭാഷ് അപ്പോഴേക്കും ചാടി ഇറങ്ങിയില്ലേ. സുഭാഷ് ചോദിക്കും നീയൊക്കെ എന്താടാ കാണിച്ചത്? അപ്പോഴേക്കും ഈ ഗുണ്ടകളുടെ വണ്ടി ഓടിച്ചിരുന്ന ആൾ വേറൊരു ഡ്രൈവർ ആ ഗുണ്ട ഇറങ്ങി വന്നിട്ട് നീയൊക്കെ എന്നടാ കാണിച്ചതെന്ന് യവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടോ. അവസാനം പറഞ്ഞു ഒരു ഇത് കോംപ്രമൈസ് ആവും. അവസാനം നമ്മുടെ സുധീഷ് അതിൻ്റെ വണ്ടിയുടെ അകത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനും നികേഷും ഹരീഷൊക്കെയാണ്. ഒന്ന് മൂളാൻ പോലും പറ്റുമോ? അവസാനം കാര്യങ്ങൾ അടിപിടിയൊക്കെ ഒത്തുതീർപ്പാക്കിയിട്ട് ഗുണ്ടകൾ അവരെ വണ്ടി എടുത്തുകൊണ്ട് പോകാനും തിരിച്ച് കാരണം സുധീഷിനെ കണ്ടുപിടിക്കണമല്ലോ. ഇവരടുത്ത് കിടന്ന് വഴക്കുണ്ടാക്കി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെ സുഭാഷ് അവരെല്ലാവരും തിരിച്ച് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്നതും നമ്മുടെ സുധീഷ് എന്ത് ചെയ്യും? സുധീഷ് ഇരുന്ന സീറ്റിൽ ആ ഒരു ഗുണ്ട വന്ന് കയറി ഇരിക്കുന്നത് സുധീഷ് കാല് കൊണ്ട് ഒരൊറ്റ തൊഴിയം കൊടുക്കും കേട്ടോ. ആ കൊടുക്കണതും ആ ഗുണ്ട പുറത്ത് ചാടുകയാണ്. എന്നിട്ട് സുധീഷ് അവൻ്റെ തല വെളിയിലങ്ങ് ഇടും സുധീഷിൻ്റെ. അപ്പം നമ്മുടെ നികേഷ് നോക്കുമ്പോൾ സുധീഷിൻ്റെ തല അപ്പം തന്നെ നികേഷ് വിളിച്ചു പോകുമ്പോൾ സുഭാഷ് ഏട്ടൻ അതേ നമ്മുടെ സുധീഷ് ഏട്ടൻ ആ വണ്ടിയിലുണ്ടെന്ന് പറയും. അവസാനം പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവസാനം അടിച്ച് പീഡിച്ച് എല്ലാത്തിനും കൂടെ നിരത്തി നല്ല കീറ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കേട്ടോ. കൊടുത്ത് നമ്മുടെ സുധീഷിനെ രക്ഷിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുകയാണ്. നിധി എങ്ങനെയൊക്കെയോ ഇരുന്ന് നേരം വെളുപ്പിച്ചു. എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഒടുവിൽ നമ്മുടെ നിധി സങ്കടപ്പെട്ട് ആ ഒരു ദിവസം നേരം വെളുത്തു. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമ ചായയൊക്കെ കുടിക്കാനായിട്ട് സമയത്ത് പത്രം എടുക്കാൻ വേണ്ടി വെളി വന്നപ്പോൾ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ ഒരാളിരിക്കണു. നോക്കുമ്പോൾ ആരാ? സുധീഷ്. ഹേമ പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇവൻ ഇനി മരിച്ച് പ്രേതമായോ? ഹേമയ്ക്ക് പെട്ടെന്ന് പേടി വന്നിട്ട് ഹേമ ഒരൊറ്റ ഓട്ടം രാജീവേട്ടാന്നും പറഞ്ഞൊരു ഓടി അകത്തോട്ട് ചെല്ലുക. അപ്പോൾ പറയും ഇതേ പുറത്തൊരാൾ. അങ്ങനെ രാജീവ് വന്ന് നോക്കുമ്പോഴത്തേക്ക് സുധീഷ് ഇരിക്കുകയാണ്. രാജീവിൻ്റെ പിടുത്തം വിട്ട് അരുണെത്തി. അപ്പം നിധി എല്ലാവരും വന്നു. എവിടെയായിരുന്നു? അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടിയില്ല കേട്ടോ. സുധീഷ് മിണ്ടാണ്ടിരുന്നു. അപ്പം നിധി വന്നിട്ട് ചോദിക്കും എവിടെയായിരുന്നു സുധീഷ്? അപ്പം സുധീഷ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് കിടന്നു വന്നു. ഒരാൾ അവിടെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ കുറേ ഗുണ്ടകൾ വന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ കെട്ടിയിട്ടു എന്ന് പറയും. ഉടൻ തന്നെ അരുൺ പറയും നീ മിക്കവാറും പണം തട്ടിയെടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയും നീ മിണ്ടാതിരിക്കുക. രാജീവ് ഉടൻ പ്ലേറ്റ് അങ്ങ് മാറ്റും. കാരണം എന്ന് വെച്ചാൽ സുധീഷ് വന്നല്ലോ. അപ്പം നിധിയുടെ മുമ്പിൽ ഇനിയിപ്പം താനൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിധി ഇവരുടെ അടുത്ത് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് രാജീവ് പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ്. പണം തട്ടിയെടുത്തെങ്കിൽ അവൻ ഇവിടെ വരുമോ അരുണെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗേറ്റ് തുറന്ന് ഒരാളിങ്ങ് കടന്നു വരികയാണ്. ആരാ? നമ്മുടെ സുഭാഷ് ഇങ്ങ് കടന്നു വരികയാണ്. സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവിൻ്റെ നെഞ്ചൊന്ന് ഇടിച്ചു. ഇവരെല്ലാം മനസ്സിലാക്കി കയ്യോടെ പൊക്കി എന്നുള്ള കാര്യം മനസ്സിലായി. അവസാനം സുഭാഷ് കടന്നു വന്നു കഴിഞ്ഞിട്ട് സുഭാഷ് കയറി വന്നല്ലോ. അപ്പോഴേക്കും തൊട്ട് പുറകെ ഹരീഷ് ആ ഗുണ്ടേനെയും കൊണ്ട് വരെയാണ്. അങ്ങനെ ഗുണ്ടേനെയും കൊണ്ടുവന്നപ്പോൾ രാജീവിൻ്റെ അരുണിൻ്റെയും കള്ളത്തരങ്ങളെല്ലാം അതോടുകൂടി പൊട്ടി. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവസാനം സുധീഷും ഹരീഷും കൂടെ നടന്ന കാര്യങ്ങളും എല്ലാം ആ ഗുണ്ടനെ കൊണ്ട് പറയിപ്പിച്ചു. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. നിധിക്ക് ഭ്രാന്ത് പിടിച്ചു. നിധി ചോദിച്ചു നിങ്ങൾ ഇങ്ങനത്തെ ഒരു അച്ഛനാണോ? ഇത്രയും നാടകീയ ഒരു സ്വന്തം മകളുടെ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? നിങ്ങൾ ഇതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇതിനാണോ നിങ്ങൾ എന്തെങ്കിലും സുധീഷിന് പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് നിധി ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നിധി പറഞ്ഞു നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഇനി നിങ്ങളെനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ആ വീട് വിട്ട് ബാക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. ഇനി മേലാൽ നിങ്ങളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് സുഭാഷിൻ്റെ കൂടെ സുധീഷിൻ്റെ കൂടെയൊക്കെ അവർ ആ വീട് വിട്ടിങ്ങി ഇറങ്ങി പോരാണ് കേട്ടോ. അങ്ങനത്തെ സംഭവമാണ് ഇനി ഈ ഒരാഴ്ച വരാനിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ലൈറ്റ് ഇൻട്രോ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടിട്ട് കഥ മനസ്സിലായി കാണുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ആയാലും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യണേ. ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് സ്റ്റാർ വരും ഹൈപ്പിൻ്റെ, അതും കൂടെ അങ്ങ് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ വീഡിയോ കയറി
ഇപ്പോൾ ഇപ്പോൾ ടൈമൊക്കെ മാറിയും തിരിഞ്ഞും വന്നിരിക്കുന്നുണ്ട്. 2 ചാനലിൽ മഴതോരും മുമ്പേ മറ്റേ ടേസ്റ്റി കിച്ചണിൽ ഇതുമൊക്കെ ആകെ ഡിമ്മാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. ഇനി കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സീരിയലിൻ്റെ പ്രൊമോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.